ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവൾ എന്താ അങ്ങനെ പറഞ്ഞത്? താൻ എന്താ ആലോചിക്കുന്നേ? തനിക്കും തുടങ്ങിയോ ആഭരണങ്ങളെ കുറിച്ച് ചിന്തിക്കല്? ഇല്ല, ഞാനൊന്നും ചിന്തിച്ചൊന്നുമില്ല. നേരം വെളുത്തിട്ട് ചോദിക്കായിരുന്നു ഉർവശിക്ക്. ഞാൻ അതാ ചിന്തിച്ചേ. സോണിയ, രാധികയെ കൊണ്ട് ഇന്ന് ഞാൻ എന്നെ അമ്മയെന്ന് വിളിപ്പിക്കും. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ലെന്നൊരു തോന്നല് സോണിയയുടെ മനസ്സിലുണ്ട്. മാഡം തിരഞ്ഞെടുത്ത വഴി നല്ലതാ, പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായിടത്തോളം രാധിക നല്ല മനസ്സുറപ്പുള്ള കുട്ടിയാ. അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. മാഡം അല്ല, ശ്യാമ മാഡം മുന്നിൽ ചെന്ന് നിന്ന് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞാ പോലും ആ ദേവനാരായണൻ തിരുമേനിയെയും ഭാര്യയും വിട്ട് രാധിക എങ്ങോട്ടും പോയില്ല. അതിനേക്കാൾ നല്ലത് നമുക്കാളെ വ്യക്തമായ നിലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി മാഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ച പോരെ. ഒരു ബലപ്രയോഗം ഇക്കാര്യത്തിൽ വേണ്ട. അത് പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഏതെങ്കിലും വിധത്തിൽ. മറിച്ച് രാധിക എന്നെ അമ്മയായി അംഗീകരിക്കുകയും അതിനുശേഷം എനിക്ക് വേണ്ട പേപ്പേഴ്സിൽ ഒപ്പിട്ട് എന്റെ കൂടെ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും ഒരു കാലത്തും ആർക്കും ഉണ്ടാവില്ല. മാഡം ശ്രമിച്ചു നോക്കൂ. എനിക്ക് തോന്നിയ സംശയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ കണ്ടോ, ഇന്ന് തന്നെ അവൾ എന്നെ അമ്മാന്ന് വിളിക്കും. കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരമ്മയ്ക്ക് എങ്ങനെയാ മോളെ കാണാൻ വരാതിരിക്കാൻ പറ്റുക? നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ, വഴിയരികിലുള്ള ഈ കാത്തു നിൽക്കലും ഇടയ്ക്കിടയ്ക്കുള്ള ഈ വിളിച്ചോണ്ട് പോകലും ഒക്കെ എനിക്കിപ്പോ വെറുപ്പാ. പ്ലീസ് എന്നെ വിട്ടേക്ക്. മോളെ, അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? അമ്മ നിന്നെ കുറിച്ചല്ലാതെ വേറെ ആരെയാ ഓർക്കേണ്ടത്? മോൾ ഒരു വാക്ക് പറഞ്ഞ അമ്മ ദേവനാരായണൻ തിരുമേനിയോടും ഭാര്യയോടും ഒന്ന് സംസാരിക്കാം. എന്നിട്ട് മോൾക്ക് അമ്മയുടെ കൂടെ നിൽക്കാം. ഈ ലോകത്തുള്ള എല്ലാ സന്തോഷവും അമ്മ മോൾക്ക് വാങ്ങിച്ചു തരാം. സന്തോഷം പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാ. എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവ് ഇതെന്നെ വിട്ടേക്ക്. മോളെ, ദിവസം കഴിയുന്തോറും മോളുടെ അമ്മയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുക. പല നേരത്തും ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ?
അല്ല, മോൾ അടുത്തില്ലാത്തതിന്റെ സങ്കടമാ. ഇത്രയും കാലം ഞാൻ അടുത്തില്ലാതെ ജീവിച്ചില്ലേ? അന്ന് പട്ടിണി കിടന്നോ? അന്ന് ഉറങ്ങാതിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കില്ലായിരുന്നല്ലോ. സോണിയ, വേണ്ട. ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മോളോട് പറഞ്ഞ അവളത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ മോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കും. ഇപ്പൊ തൊട്ട് എന്നെ നിഷേധിച്ച് മോള് പോവുകയാണെങ്കിൽ എന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. എന്നെ അമ്മയെന്ന് വിളിക്കാനെങ്കിലും തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. എനിക്കിനി ഒരിക്കലും അങ്ങനെ തോന്നില്ല. എങ്കിൽ പിന്നെ മകളെ നിഷേധിച്ചൊരമ്മ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. നീട്ടിവെക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ജീവൻ ഒടുക്കാൻ പോവാ. മേഡം, 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 ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മേഡം, വീടെന്നെ. വേണ്ട സോണിയ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇതിന് കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതിന് ഒരു വിലയുണ്ടെങ്കിൽ അതങ്ങ് അവസാനിച്ചോട്ടെ. ഞാനത് പറയട്ടെ. മേഡം, വീട് മേഡം, അയ്യോ, വീടെന്നെ. വീട് മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. എനിക്കൊന്നും കേക്കണ്ട. ഇറങ്ങ മേഡം. എനിക്കൊന്നും കേക്കണ്ട. അത് പറഞ്ഞല്ലേ? എനിക്കിനി ജീവിക്കണ്ട. ഇത്രയും കാലം അവളെ തെരഞ്ഞു ഞാൻ നടന്നു. ഇനി അവൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാവുക. അമ്മേ, മോളെ, അമ്മേ, താഴേക്ക് ഇറങ്ങ്. താഴെ ഇറങ്ങ്. അമ്മ ഒന്ന് ഇറങ്ങ് പ്ലീസ്. വാ. മോളെ,